നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അത് ഗ്രേവി ടൈപ്പ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു കപ്പ് ചക്ക ഇതേപോലെ അരിഞ്ഞ ചക്ക കുക്കറിലെടുക്കുക. ആ ചക്കയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതിന്റെ കുക്കറിന്റെ മൂടി കൊണ്ട് അത് മൂടി വെക്കുക. ഒരു 3 വിസിലിൽ നമ്മളത് വേവിക്കുക. ഇനി അതിന്റെ എയർ കളഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുക. ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇത് നന്നായി അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അതിൽ തേങ്ങാപ്പാൽ മാത്രം അരിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പോളം തേങ്ങാപ്പാൽ കിട്ടും. അതായിട്ട് നമ്മളുടെ ചക്കയിലോട്ട് കുറച്ച് വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുക. മഞ്ഞളും ഉപ്പും കൂടിയിട്ട് വേവിച്ചതാണ്. അത് ഇടണമെന്ന് നിർബന്ധമല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ജീരകത്തിൽ അരച്ച തേങ്ങാപ്പാൽ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ദെൻ അതൊന്ന് എല്ലാതും കൂടിയിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിൽ ചുവന്ന മുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പ്രോസസ്സാണ് തൂമിക്കൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക. ഇത് അതിന് ശേഷം കറിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളുടെ ചക്കക്കറിക്ക് ഈ തൂമിച്ച വേപ്പില, മിളകും കടുകും പൊട്ടിച്ചതൊക്കെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ നമ്മളുടെ ചക്ക എരിശ്ശേരി ഗ്രേവി ശരിയായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.